ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇല്ലടോ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഇവരോടൊന്നും ഇങ്ങനെ ക്ഷമിക്കാൻ പാടില്ല. അച്ഛനും അമ്മയും വേദനയോട് ഇവിടുന്ന് ഇറങ്ങാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അവരവർക്ക് കണക്ക് ചോദിച്ചിരിക്കണം. ആരോടാ കണക്ക് ചോദിക്കേണ്ടത്? അമ്മയോടോ? അമ്മയുടെ മുന്നിൽ ചെന്ന് വേളം വെക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കണിമംഗലത്തെ ഷെൽഫിലിരുന്ന ഒരു ആഭരണം എന്റെ അമ്മയുടെ കഴുത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തുത്തരവുണ്ട്? കണിമംഗലത്ത് നിന്ന് ആറ്റുവശ്ശേരി വരെ സഞ്ചരിച്ചത് എങ്ങനെയാന്ന് വരുണ് പറയാൻ പറ്റോ? എനിക്ക് പറയാൻ പറ്റോ? ഒരാഴ്ച സമയമുണ്ട് വരും. ഞാൻ കള്ളിയല്ലെന്ന് എനിക്ക് തെളിയിക്കാൻ. അതിനെന്റെ ഭഗവാൻ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാനിവിടെ നിറങ്ങും. തനിച്ചോ? അങ്ങനെ ഞാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തന്നെ ഇറങ്ങുന്നുണ്ടെങ്കിൽ കണിമംഗലുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഞാനും ഉണ്ടാകും തന്റെ കൂടെ. പറയാൻ എളുപ്പ. അമേരിക്കയിലെ ജീവിതം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചെന്തിനാ? അച്ഛന്റെ അമ്മയുടെയും കൂടെ കഴിയാനല്ലേ? മുത്തശ്ശിയെ സ്നേഹിക്കാനല്ലേ? വരുണ്ട സന്തോഷം അതൊക്കെയാണെന്ന് എനിക്കറിയാം. രാധിക പണ്ടത്തെ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോ തളർന്ന് വീണ് കിടന്ന് കരഞ്ഞേനെ. പക്ഷേ എനിക്കിപ്പോ നല്ല ധൈര്യമുണ്ട്. ഇത് ഞാൻ തെളിയിക്കും. ചോദ്യങ്ങൾ ഒരുപാട് വലുതാ. താൻ പറഞ്ഞതുപോലെ ആ മാല ഇവിടുന്ന് ആറ്റുവാശ്ശേരി വരെ എത്താനുള്ള ഒരു ദൂരം, അത് കൊണ്ടുപോയ ഒരാള്. ആ ആഭരണത്തിന്റെ കാര്യത്തില് ചെറിയമ്മ ഏട്ടത്തി എനിക്ക് സംശയമുണ്ട്. അവരുടെ കൺമുന്നിൽ ഇതൊക്കെ നടക്കുമ്പോ ഞാൻ അവരുടെ കണ്ണുകളിൽ ശ്രദ്ധിച്ചതാ. പ്രതീക്ഷിച്ചൊരു കാര്യം നടക്കുന്ന പോലെയായിരുന്നു. പക്ഷേ അവരെ കൊണ്ട് ഇത് എങ്ങനെ സമ്മതിപ്പിക്കും? വരണത് വിട്ടുകളാ. നമ്മളിക്കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നാലേ വെറുതെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമുക്ക് സാധാരണ പോലെ ആവാം. എന്താ? ഉള്ളിലുള്ള ദേഷ്യം മുഴുവനും മുഖത്തുണ്ട്. ഒന്ന് ചിരിക്കാം. തനിക്ക് ചിരിക്കാൻ പറ്റുമോ? പറ്റും. ആത്മവിശ്വാസത്തോടെ ഞാൻ ചിരിക്കും. കണ്ണനെ കള്ളക്കണ്ണെന്ന് വിളിച്ചാലും കണ്ണൻ എന്നെ കളിയാക്കില്ല. വിശ്വാസം, അടിയുറച്ച വിശ്വാസമാണ്. അതാണ് തന്റെ കൈമുതല്. താൻ ജയിക്കൂടോ. താൻ ജയിച്ചില്ലെങ്കിലേ സത്യം തോറ്റുപോകും. പിന്നെ എന്തു വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും. ഇതാ എന്റെ കരുത്ത്. ഇതാണ് എന്റെ ആത്മവിശ്വാസം. എന്റെ കണക്കൂട്ടൽ അനുസരിച്ച് വരുണും രാധികയും ഏത് നിമിഷവും ദാ ഇതിലേ വരാം. നമ്മൾ അവരെ പിന്തുടരുന്നു. വഴിയിൽ എവിടെയെങ്കിലും അവരെ കാറിൽ നിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതെങ്ങനെ? അതിന് മാർഗമുണ്ട്. വരുണ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരാള് അല്പം പ്രശ്നമുള്ള കാര്യത്തിൽ പെട്ടുകിടക്കുകയാണെന്ന് ഫോൺ ചെയ്ത് പറയാം. നേരിട്ട് കാണാന്ന് പറഞ്ഞാൽ വരുൺ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ആ വെയിറ്റ് ചെയ്യുന്ന സമയമാണ് നമുക്കുള്ളത്.